പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ സീനാണ് എടുക്കുന്നത്. അപ്പം കുറച്ച് നാളായി എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ സിനിമ ഇറങ്ങുമ്പോൾ ഒന്ന് കാണണമെന്ന്. കാര്യം അതൊരു ഫ്ലാറ്റിലെ ജോലിക്കാരനായ കെയർടേക്കറിൻ്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു. അപ്പം കുറച്ച് നാളുകൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇറങ്ങിയ സമയത്താണെങ്കിൽ കാണാനും പറ്റിയില്ല. കാര്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയി. അപ്പോൾ ഒ ടി ടിയിൽ ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സീനാണ് നമ്മളിന്ന് എടുക്കുന്നത്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഈ പട്ടികളെയൊക്കെ വെച്ചെടുക്കുന്ന ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ആനിമൽസിൻ്റെയൊക്കെ സിനിമ ഞാൻ ഒത്തിരിയും കണ്ടിട്ടുണ്ട്. ഇറങ്ങ ഇറങ്ങ ആ പതുക്കെ സൂക്ഷിച്ച്. ഇവിടെ വന്നപ്പോൾ മൊത്തം പട്ടികളാണല്ലോ ഷോപ്പിൽ. ഇവിടെ കാനഡയിൽ ഇങ്ങനെയാണ് കേട്ടോ. ചില സമയത്ത് നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ നിറയെ പട്ടികളാണ്. ഗ്രൂമിംഗ് ആണോ സർ? അതല്ല, വേറെ ടീ ഷേഡിംഗ്, നെയിൽ കട്ടിംഗ്, ഷാംപൂ ബാത്ത്, ഡിയോഡറൈസിംഗ് ലൈക്ക് ദാറ്റ്. ഇവനെ വയറിന് സുഖമില്ല, ഈ സ്റ്റൊമക്ക് അപ്സെറ്റ്. ആ ഓക്കെ. ഡോക്ടർ മുകളിലാണ്, അങ്ങോട്ട് പോവാം. ഓ താങ്ക് യു. വാടാ വാടാ. ഇവിടെയുണ്ട് ഇതുപോലത്തെ നല്ല നല്ല പട്ടികൾ. വലിയ വീട്ടിലെ പെണ്ണുങ്ങളെ കണ്ട് വെള്ളർക്കാൻ നിൽക്കണ്ട, അത് വയറിളക്കം മാറ്റാം. ആ വാലോട്ട് ചട്ടി മാറ്റി. ഇങ്ങനെ ദഹിക്കാതിരിക്കാൻ നീ എന്താണ് കഴിച്ചേ? തോന്നിവാസി. ദേ, നീ എന്റെ അനുവാദം ഇല്ലാണ്ട് എന്തെങ്കിലും കഴിച്ചാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഏട്ടാ പറഞ്ഞേക്കാം. ആ ഫോൺ തരുമോ? ഫോണോ? ഓ, ഒന്ന് വീട്ടിലേക്ക് വിളിക്കാനാണേ. എന്റെ ഫോണ് വീട്ടിൽ വെച്ച് മറന്നുപോയി. ഫേസ് ഐഡിയ. എടാ, ഒരു പെണ്ണ് ഫോണും കൊണ്ട് പോയിട്ടുണ്ട്. അവളെങ്ങാനും അതുകൊണ്ട് പോയാ പുറകോട് പിടിച്ചേക്കണേ. ടെൻഷൻ ആവണ്ട അമ്മ, ഞാൻ എങ്ങനെങ്കിലും വിളിച്ചോളാം കേട്ടോ. താങ്ക് യു. ആ നമ്പർ ഒന്ന് ഡിലീറ്റ് ചെയ്യണേ. കുട്ടി, ഞാൻ അത്രക്കാരനല്ല കേട്ടോ. സിറ്റിയിലെ ഏറ്റവും വലിയ ആഡംബര ഫ്ലാറ്റിന്റെ ഒരു കെയർടേക്കറാ. ആരായാലും മനുഷ്യനല്ലേ. എവിടെ സ്ഥലം? മുണ്ടൂര്. മുണ്ടൂരോ? ഓ, പാലക്കാട് മുണ്ടൂരേ. ആ, പേരെന്താ? പവിത്രൻ. പവിത്ര. അതിന്റെ പേരല്ല, എന്റെ പേരാണ് പവിത്രൻ. അത് ബ്രോ. ബ്രോയോ? ആ, കൊച്ചിയിൽ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അങ്ങനെ വിളിക്കാറ്, ബ്രോക്കൾ. ഓ ഓ, എവിടുന്ന്? നിന്റെ മുമ്പിൽ വന്നൊരു പെണ്ണിങ്ങനെ തലോടിയപ്പോഴേക്കും വായു അടിച്ച് ചിരിച്ചോണ്ട് നോളണം. നിനക്ക് വയറിളക്കമെന്ന് പറയാഞ്ഞതേ എന്റെ മാന്യത കൊണ്ടാണ്. ആ, സ്റ്റോക്കിൽ എന്തെങ്കിലും കുറവുണ്ടോ? പേസ്റ്റ് തീർന്നിരിക്കാം. ആ, അയാളെന്താ ചോദിച്ചേ? സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞു. നാളെ കാണാം. ഹലോ, വിളിച്ചോ എന്നെ? ഈ ഗേറ്റും തുറന്നിട്ട് അവിടെ ഇവിടെ കറങ്ങി നടന്നുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. പവി, എടാ, ഞാൻ നിന്നോടൊരു പെങ്കൊച്ചന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നിന്റെ ബാക്ക്ഗ്രൗണ്ട് അവരോട് പറഞ്ഞപ്പോ അവർക്ക് താല്പര്യ. ഞാൻ എന്താ അവരോട് പറയണ്ടേ? എനിക്ക് ഒരു താല്പര്യമില്ലെന്ന് അവരോട് പറഞ്ഞേക്ക്. പിന്നെ ഈ ആലോചന പരിപാടിയും കൊണ്ട് മേലെ എന്റെ പുറകെ വന്നേക്കരുത്. ഒറ്റയ്ക്ക് ജീവിക്കണതിന്റെ സുഖം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ട. അതെ പവി, നിനക്ക് ഒറ്റത്തടിയായിട്ട് ജീവിക്കണം, ജീവിച്ചോ. എന്നാലും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. എന്റെ ചേട്ടന് എത്ര രൂപയെ കടയിട്ട് വേണ്ട? 4000. അപ്പൊ കഴിഞ്ഞ മാസത്തെയോ? തരാടാ. അതെ, മോടെ ചെറുക്കൻ്റെ അവിടുന്ന് കുറച്ച് ആൾക്കാർ വീട്ടിലോട്ട് വരുന്നുണ്ട് വയറ് കാണാൻ. ഈ വയറ് കാണാനോ? ഇപ്പൊ അവിടുന്ന് മോടെ ജാൻസിമൊക്കെ 7 മാസമായടാ. ആഹാ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? വയറ് കാണാൻ വേണ്ടി വീട്ടിൽ കയറി വരാന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ഇട്ട് കൊടുത്താ പോരെ? നീ പെണ്ണും പെടക്കൊഴിയൊന്നും ഇല്ലാതെ നിൽക്കുന്നതന്നെ നല്ലത്. അതെ, ഈ വക സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും വീട്ടിൽ കയറി അടയിരിക്കണത്. പ്രായവും പ്രമേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ച് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടാത്തത്, മനസ്സിലാക്കി? ഓ, അല്ലാതെ 2 ശമ്പളം മേടിക്കാനല്ല. പകല് കെയർടേക്കറും രാത്രി സെക്യൂരിറ്റി. റൂം ഫോർ റെന്റാ?
ഇവിടെ ഉണ്ടല്ലോ. ബ്രോ രാത്രി നല്ല ഉറക്കായിരുന്നു തോന്നുന്നു. ആളോട് ഫ്രഷ് ആയിട്ടല്ല എണീച്ചേട്ട ചീച്ചൊത്തിയടാ. ചീച്ചൊത്തി അത് പറയണം. ഇല്ല ഞാൻ നിനക്ക് ഒന്നും തരണം. കൊച്ചിന്റെ അച്ഛൻ വന്നല്ലോ. അല്ല എടുത്തി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാണോ? സോറി. അതെല്ലോ പോകുന്നുണ്ട്. പക്ഷെ ഞാനല്ല, നീ. വർഷം 3-4 വാടക കൂട്ടത്തുമില്ല ഒഴിയത്തുമില്ല. 4-5 പേര് കിടക്കേണ്ട മുറിയില്ല നീ ഒറ്റ ഒരുത്തൻ നെഞ്ചും വിരിച്ച് കിടക്കുന്നേ. ഇനി എനിക്ക് നോട്ടമില്ല. ആരെങ്കിലും മുറി അന്വേഷിച്ചു വന്നാ ഞാൻ അവിടെ കയറ്റി അങ്ങ് താമസിപ്പിക്കും. അങ്ങനെ ആരെങ്കിലും കയറ്റി താമസിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ? അല്ല എടുത്തി ഈ ആരെങ്കിലും എന്നൊക്കെ പറഞ്ഞാ ഈ വരുന്നവനൊക്കെ എങ്ങനെയുള്ളവനാണെന്ന് ആർക്കറിയാ? പിന്നെ ഞങ്ങള് രണ്ടുപേരും പുകവലിയും മദ്യപാനും മറ്റു ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞങ്ങളുടെ വികാരി അച്ഛനെ നിന്റെ കൂടെ താമസിപ്പിക്കാം. അല്ല, ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു, കണ്ടില്ലായിരുന്നോ? ദോശമാവ് വേണമെന്നല്ല മെസ്സേജ് അല്ലേ? ഇല്ല, കണ്ടില്ല. ബ്രോ രാവിലെ എന്നെ മൂട് കളഞ്ഞു. എന്തൊരു ആർത്തി തള്ളക്ക്. പെൻഷൻ, അമേരിക്കയിലെ മോളുടെ കാശ്, വല്ലപ്പള്ളിയിൽ ഏക്കർ കണക്കിന് തോട്ടം. എന്തിനാടാ തിരുപ്പരത്ത് പൈസ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ? ദേ നിന്നെ ഒരാൾ ഓർത്തിട്ടാണ് ഞാൻ ആ ആർത്തിത്തളുടെ വായിലിരിക്കണ കെട്ടിട്ട് കൂടെ നിൽക്കുന്നത്. അത് നിന്റെ മനസ്സിലുണ്ടാവണം. ഇല്ലില്ല, പ്ലംബറിന്റെ കാര്യമല്ലേ? ഇല്ല സാറേ, ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടാവില്ല സാറേ. ഞാനിപ്പം അങ്ങോട്ട് വിളിക്കാട്ടോ. ഹലോ. അത് ശരി, ഒരു പട്ടിയുടെ വില പോലും തരാണ്ട് കേറി അങ്ങോട്ട് പോവേ. ഹലോ, ഞാനിവിടുത്തെ കെയർ ടേക്കറാണ്. ഒരു സോവാട്ടും ഇല്ല. ഞെക്കരുത്, ലിഫ്റ്റ് വരുവേ. കണ്ടാ ദേ 3-4 കവറും പിടിച്ചോണ്ട് ഇതിനകത്ത് ഇടിച്ചേറാനൊക്കത്തില്ല. പിന്നെ താൻ തന്റെ പേരും അഡ്രസ്സൊക്കെ അവിടെ രജിസ്റ്ററിൽ എഴുതിയ. അത് ശരി. ആ ഗേറ്റിനടുത്ത് ഒരുത്തൻ തൊപ്പിയും വെച്ച് സെക്യൂരിറ്റി യൂണിഫോം ഇട്ടിരിക്കുന്നതേ അവിടെ കാക്കി ഓടിക്കാനും മാമുണ്ണാത്ത പിള്ളേരെ പഠിപ്പിക്കാനൊന്നുമല്ല. എവിടെ? ഞാൻ കണ്ടില്ല. താന്ന് മാറിക്കേ. അത് ശരി, താൻ കണ്ടില്ലേ? ഇന്നെ തന്നെ കാണിച്ചിട്ടുള്ളൂ. താൻ അങ്ങോട്ട് വന്നേ. ആഹാ, ഇങ്ങോട്ടാ പറ്റി. കണ്ടോ അയാൾക്ക് ഇവിടെ എന്റെ കൂടെ പോകുന്നില്ലേ? കുറ്റോ ഇങ്ങോട്ടിറങ്ങാൻ കളിക്കരുത്, മേലേക്ക് പോലെ. ഇവിടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്ടോ? അവിടെ എനിക്ക് ഇവിടെ ഇറങ്ങണ്ടേ? അങ്ങനെ ഇപ്പൊ ഇവിടെ ഇറങ്ങണ്ട. പുറത്തുനിന്നുള്ള ഡോർ ടു ഡോർ പോലുള്ള ഒരു പരിപാടി ഞാൻ ഇവിടെ അനുവദിക്കുന്നതല്ല. ഇതൊക്കെ പെറുക്കി എടുത്ത് 4Cയിൽ കൊണ്ടുവന്ന് തരണം. യു ഗോട്ട് ഇറ്റ്? അതർവൈസ് ഐ ഷോ യു ഹു ഐ ആം. അതെ, ഒരുപാട് കീഴ് ജീവനക്കാരനുള്ള ഒരു മേലുദ്യോഗസ്ഥനാണ് ഞാൻ. ഓക്കെ, ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ മേലും കീഴും ഞാൻ നോക്കത്തില്ല, പറഞ്ഞേക്കാം. അതെ, നടു കുഴപ്പമുള്ളവരാ. 4Cയിലെ ഉഷ മാഡത്തിന്റെ അനിയത്തിയാ ജാനകി. ഇന്നലെ വന്നതാ. അതിന് ഞാൻ എന്ത് വേണം? ഇതൊക്കെ കെട്ടിപ്പറക്കി ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കണോ? ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. പറ്റിയ പണിയാ, നിർത്തണ്ട. നിന്റെ ഈ ഡ്യൂട്ടിക്കിടയിലുള്ള എക്സ്ട്രാ ഡ്യൂട്ടി നിർത്തി തരാട്ടാ. പരാതി കൊടുക്കാൻ പോവാ. പരാതി. എന്തിന്? ലിഫ്റ്റിൽ വെച്ച് കേറി പിടിക്കാൻ ചെന്നേന്. ആര്? ഞാനോ? പിന്നെ ഞാനോ? വലിയ പ്രശ്നമായി. കെയർ ടേക്കറാണ് പവി. കെയർ ടേക്കർ ഇതിലിട. ഇഷ്ടമുള്ളടത്ത്. ഇത്രേ ഉള്ളൂ. സോറി മാഡം, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം, അല്ലാതെ ഇമോഷണൽ ആയിട്ട് എടുത്ത് പരാതി ഒന്നും കൊടുക്കരുത്. പരാതിയോ? ആർക്ക്? എന്തിന്?
പൊയ്ക്കോ വാട്ടാ, നിനക്കാൻ വച്ചിട്ടുണ്ട്. ബൈ. സോറി വിരലെടുക്കാൻ മറന്നു. കംപ്ലീറ്റ് മാനം പോയി. ആരാണോ കണിയേണ്ടത്?